പിന്നെ നമുക്ക് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് ഇതിലൊരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടോ? ടു ബി ഫ്രാങ്ക്, സിനിമ അഭിനയിക്കുമ്പോൾ ആദ്യമൊക്കെ അടുത്ത പടം ഇനി വരുമോന്ന് അറിയില്ല, അപ്പം ഒരു പടം കഴിയും കോളേജിലേക്ക് തിരിച്ചു പോകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ, പണം തെറ്റില്ലാത്ത രീതിയിൽ വരുന്നു, എനിക്ക് എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ എനിക്കങ്ങനെ സിനിമയിൽ ഗോഡ് ഫാദറോ അല്ലെങ്കിൽ എന്നെ ഒരു മെൻറ്ററോ ഒന്നുമില്ല. അപ്പോൾ വരുന്ന സിനിമകളൊക്കെ ചെയ്യും, അതിൽ ഒരു എമൗണ്ട് കിട്ടും, പ്ലസ് അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് ഇനോഗ്രേഷൻസ് വരും, പ്രോഗ്രാംസ് വരും, അപ്പോൾ വീണ്ടും നമുക്കൊരു ബെനിഫിറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ. അപ്പം അല്ലാണ്ട് ഒരു സിനിമ ഒരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം, സോ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണം, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അറിയില്ലായിരുന്നു എന്നാണോ, ഉണ്ടായിരുന്നില്ല എന്നാണോ, ആരെങ്കിലും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടും ഇല്ല. നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. വരുന്നു, പടങ്ങൾ ചെയ്യുന്നു, മുമ്പോട്ട് പോകണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി, ഭയങ്കര ബോറടി ആയി തുടങ്ങി, ഒന്നും ചെയ്യാനില്ലാത്ത പടങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാനായിട്ട് തന്നെ കുറച്ചു, പിന്നെ ഞാനായിട്ട് കുറച്ചപ്പോൾ ഇങ്ങോട്ടുള്ള വിളിയും കുറഞ്ഞു. അങ്ങനെയാണ് സിനിമ അങ്ങനെയാണ് ശരിക്കും. അതെ, നമ്മളെപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ സിനിമയിൽ നമ്മൾ മീഡിയത്തിൽ ആക്റ്റീവ് ആയിരിക്കണം, ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ അങ്ങനെ എല്ലായിടത്തും ഇടിച്ചു കയറുന്നൊരു സ്വഭാവം ഇല്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് പൊതുവെ സിനിമകൾ കുറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല പടങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ നന്നായി കൊണ്ടുപോകാമായിരുന്നു കരിയറിനുണ്ട്. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കാരണം. ഒരുപാട് റിലേഷൻസ് ഉണ്ടായി, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി. ഇപ്പോൾ ഒരു ടെക്നിക്കൽ സൈഡിലൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ വന്നത് അങ്ങനെയുള്ള പല സിനിമകളുടെയും ഭാഗമായിട്ടും പല സംവിധായകരായിട്ടുള്ള സൗഹൃദത്തിന് പുറത്തു വയ്ക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ട്. അമ്മു ചെയ്ത ഒരു വർക്കാണ് പച്ച. അതെ, പച്ച ചെയ്യാനുണ്ടായിട്ടുള്ള പ്രചോദനം എന്താ? പച്ച ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ കുറിച്ച് വെക്കുമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ ഇതായിട്ട് പച്ച സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കിങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലെ പച്ചകളെന്ന് ചിന്തിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പച്ചകൾ നമ്മുടെ കണക്റ്റഡ് ആണ്. പല പച്ചകളും ഇപ്പോൾ ലൈഫിലില്ല. ഇപ്പോൾ മഷിത്തണ്ട് എന്ന് പറയുന്നൊരു പച്ച, കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല, അത് തന്നെ അങ്ങനത്തെ ഇല. പിന്നെ മൈലാഞ്ചി പച്ച. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സൈൻ ചെയ്യണമെങ്കിൽ ഗ്രീൻ സൈൻ കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ചാറ്റ് വരുമ്പം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഓൺലൈൻ ഉണ്ടോ, പച്ച ലൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പച്ചകൾ നമ്മുടെ ലൈഫിലുണ്ട്, പലതും നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ കുറിപ്പ് എഴുതിയതാണ് ഫസ്റ്റ്. പിന്നെ അത് ആക്ച്വലി ലിൻസൺ ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഇതിന്നാണ് ഷോർട്ട് ഫിലിം ആക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. കംപ്ലീറ്റ് കൂട്ടുകാരൊപ്പം നിന്നിട്ടുള്ള ഒരു, എനിക്ക് വേണ്ടി എല്ലാവരും ഒപ്പം നിന്നിട്ടുള്ളൊരു വർക്കായിരുന്നു. ഭാമിയാണെങ്കിലും അനന്യയാണെങ്കിലും ലിൻസൺ ചേട്ടനാണെങ്കിലും ക്യാമറ ചെയ്തിട്ടുള്ള ഫാസിലാണെങ്കിലും എല്ലാവരും ഒപ്പം നിന്ന് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോയതാണ്. എൻ്റേതായിട്ടൊരു ലീഡർഷിപ്പ് അധികം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പച്ചയിൽ. അപ്പോൾ അതുകൊണ്ട് അത് ടീം വർക്കാണ്. പക്ഷെ നല്ല കമൻസ് തന്നെയാണ് എല്ലാവരും കിട്ടിയത്. അടുത്തൊരു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കാനുള്ളൊരു പ്രചോദനമാണ് എന്നും പച്ച.